അപ്പോൾ അതീവ ജാഗ്രതയിലൂടെ കടന്നു പോകുന്ന സമയമാണ്. ഇന്ന് പകൽ കണ്ടതല്ല, ഇന്ന് രാത്രിയാകുമ്പോഴേക്കും ഡ്രോൺ ആക്രമണം എന്ന രീതിയിലേക്ക് ഈ ആക്രമണത്തെ മാറ്റുകയാണ്. പക്ഷെ അപ്പോഴും എന്തിന് ജനവാസ മേഖലയിലേക്ക് അമേരിക്കയുടെ സൈനിക ബേസുകളാണ് ലക്ഷ്യമെങ്കിൽ, ജുഫൈറ പോലുള്ള അവിടെ 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനമാണ് ലക്ഷ്യമെങ്കിൽ അവിടേക്ക് നമ്മൾ നേരത്തെ കണ്ടതാണ്. പക്ഷേ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടത്തേക്ക് ഡ്രോണുകൾ എങ്ങനെ വരുന്നു എന്നുള്ളത് അത് വലിയ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. നമ്മൾ ഇതുവരെ കണ്ടതല്ല, ഇതുവരെ സംസാരിച്ചതല്ല, ആ സമയമെല്ലാം കടന്നു പോവുകയാണ്. പക്ഷേ വലിയ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. എന്തായാലും ഇനിയുള്ള മണിക്കൂറുകൾ മനസ്സിലാക്കിയിടത്തോളം 8 മണി കഴിഞ്ഞ് ഒരു 8:30 മണിയൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ അവിടെ. ഇനിയിപ്പോഴുള്ള ഇന്നത്തെ രാത്രി കഴിഞ്ഞ് നാളെ പകൽ എന്ന് പറയുന്ന സമയത്തെത്തുമ്പോഴേക്കും ഏതൊക്കെ തരത്തിലുള്ള നാശനഷ്ടങ്ങൾ എവിടെയൊക്കെ ഉണ്ടായി എന്നുള്ളതും വലിയ ആശങ്കയോടെ തന്നെ നമ്മളത് നോക്കിക്കാണുകയാണ്. എന്തായാലും MCA നാസർ ഇപ്പോൾ നമുക്കിപ്പം ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. MCA, നമുക്കറിയാം ഇറാന്റെ തിരിച്ചടി ഉണ്ടാകും എന്നറിയാം. ഇറാൻ തിരിച്ചടിക്കുമ്പോൾ സ്വാഭാവികമായും അമേരിക്കയ്ക്കുള്ള തിരിച്ചടി അതിലുണ്ടാകും. അമേരിക്കയും ഇസ്രായേലും ഒന്നിച്ചു ചേർന്ന് ഇറാനെതിരെ ഒരു ആക്രമണം തൊടുത്തുവിട്ടപ്പോൾ അതിനെ പ്രതിരോധിക്കാനും അമേരിക്കയെ വിറപ്പിക്കാനും ഇറാന്റെ തിരിച്ചടി ഉണ്ടാകും, സ്വാഭാവികം എന്ന് പറയാം. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇന്നിപ്പോൾ രാത്രിയാകുമ്പോൾ സ്ഥിതിഗതികൾ ആകെ മാറി മറിയുന്നതാണ് നമ്മൾ കാണുന്നത്. ബഹ്റൈനിലെ ഞെട്ടിക്കുന്ന ദൃശ്യം, വല്ലാതെ ഭയപ്പെടുത്തുന്ന ആ ദൃശ്യം. നമ്മുടെ സഹപ്രവർത്തകൻ ഷെഫി സംസാരിക്കുമ്പോൾ മുകളിലൂടെ ആകാശത്തു കൂടെ പറന്നു പോകുന്ന ഡ്രോണുകളുടെ ശബ്ദം, ഭയാനകമായ ശബ്ദം നമ്മൾ കേൾക്കുകയാണ്. അവിടെ എങ്ങനെയാണ് ഈ ജനവാസ മേഖലകളെ ലക്ഷ്യം വെച്ചുള്ള ഉന്നം വെച്ചുള്ള ഈ ഡ്രോണുകൾ എങ്ങനെയാണ് അവിടേക്ക് വരുന്നത്? മഹേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ആശങ്ക പടർത്തുന്ന ദൃശ്യങ്ങളാണ് ബഹ്റൈനിൽ മാത്രമല്ല കുവൈത്ത്, അതോടൊപ്പം തന്നെ UAE ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലും ഈ രാത്രികാലങ്ങളിലും അനുഭവപ്പെട്ടിരിക്കുന്നത്. കാരണം കുവൈത്ത് എയർപോർട്ടിന് നേരെ നടന്ന ആക്രമണത്തിലാണ് 12 പേർക്ക് പരിക്കേറ്റതായിട്ട് ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം മന്ത്രാലയം പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ UAE-യിൽ കെട്ടിടത്തിന് നേരെയുണ്ടായ ആക്രമണത്തിന്റെ ഭാഗമായിരിക്കാം 4 പേർക്ക് പരിക്കേറ്റതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഒരാൾ പിന്നെ ഉച്ചയ്ക്ക് നടന്ന ആക്രമണത്തിൽ പാക് പൗരൻ കൊല്ലപ്പെട്ടത് ഇതിന് പുറമെയാണ്. എന്തായാലും ഇന്ന് രാത്രി കൂടുതൽ ശക്തമായിട്ടുള്ള ആക്രമണം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് തന്നെയാണ് ഇപ്പോൾ ഇറാനിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നേരത്തെ ഈ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ, വ്യോമതാവളങ്ങൾ, അതോടൊപ്പം തന്നെ നാവിക താവളങ്ങൾ, അത്തരം കേന്ദ്രങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്നൊരു നിർദ്ദേശം മാത്രമായിരുന്നു ഇറാൻ പുറപ്പെടുവിച്ചത്. പക്ഷേ ഇപ്പോൾ അല്പം മുമ്പ് ഇറാന്റെ സുരക്ഷാ വിഭാഗം പുറപ്പെടുവിച്ചിരിക്കുന്ന നിർദ്ദേശപ്രകാരം അമേരിക്കൻ പിന്നെ സൈനികർ താമസിക്കുന്ന വസതികളുടെ സമീപത്തു നിന്നും ഗൾഫ് രാജ്യങ്ങളിലുള്ളവർ എല്ലാവരും വിട്ടുനിൽക്കണം. അവർക്ക് നേരെയും ഈ ആക്രമണം തങ്ങൾ ലക്ഷ്യമിടുന്നതായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് കൂടി വന്നിരിക്കുന്നു. കാരണം അങ്ങനെ വരികയാണെങ്കിൽ കുറെ കൂടി വ്യാപ്തിയിലേക്കുള്ള ആക്രമണ സാധ്യതകൾ ഇന്ന് രാത്രി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതാണ് ഈ ഒരു മുന്നറിയിപ്പിൽ കാണുന്നത്. ഇപ്പൊ ഏറ്റവും അവസാനം വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ന് ഇപ്പൊ രാവിലെ മുതൽ ഈ രാത്രി വരെ 200 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇറാനിൽ മാത്രം 200 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ 747 പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. 24 പ്രവിശ്യകളിലും ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ആക്രമണം നടന്നതായിട്ടും ഔദ്യോഗികമായി തന്നെ ഇറാൻ റെഡ് ക്രസന്റ് വെളിപ്പെടുത്തുന്നു. അപ്പോൾ 200-ലധികം പേർ കൊല്ലപ്പെട്ടിരിക്കുകയാണ് ഒരു 16 മണിക്കൂറിനുള്ളിൽ. അതിൽ 85 പേർ കുട്ടികൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് തെഹ്റാനിലെ ഒരു കിൻഡർ ഗാർട്ടൻ വിദ്യാലയത്തിലാണ്. കാരണം അവിടെയും 60 കുട്ടികൾക്ക് പരിക്കുണ്ട്. ആ കുട്ടികളിൽ ചിലരുടെ പരിക്ക് വളരെ ഗുരുതര സ്വഭാവത്തിലുള്ളതാണ്. അപ്പോൾ യുദ്ധം ഏറ്റവും കൂടുതൽ മനുഷ്യരിലേക്ക് അവരുടെ ജീവൻ കവർന്നെടുക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈ ആദ്യ ദിവസം തന്നെ മാറിയിരിക്കുന്നു. കാരണം 200 പേർ ഈ 10-14 മണിക്കൂറുകൾക്കുള്ളിൽ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം, 800ഓളം പേർക്ക് പരിക്കേൽക്കപ്പെടുന്ന ഒരു സാഹചര്യം. അപ്പോൾ നമ്മുടെ കണക്ക് കൂട്ടിയതിനപ്പുറത്തേക്ക് ഈ സൈനിക കേന്ദ്രങ്ങളിലോ സൈനിക ടാർഗറ്റുകളോ അല്ല, മറിച്ച് കുഞ്ഞുങ്ങളിലേക്ക്, സ്ത്രീകളിലേക്ക്, സാധാരണക്കാരായിട്ടുള്ള നിസ്സഹായരായിട്ടുള്ള സിവിലിയൻ സമൂഹത്തിലേക്ക് ഈ ആക്രമണം നീങ്ങുന്നതിന്റെ കൃത്യമായിട്ടുള്ള സൂചനയാണ് ഈ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് ഗൾഫ് മേഖലയിലെ രാജ്യങ്ങളൊക്കെ തന്നെ ജനങ്ങളോട് പരമാവധി ജാഗ്രത പുലർത്താൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു. പരമാവധി വസതികളിലും മറ്റും തന്നെ തങ്ങണം, പുറത്തുള്ള സഞ്ചാരം ഒഴിവാക്കണമെന്ന് ഏറെക്കുറെ എല്ലാ ഗൾഫ് രാജ്യങ്ങളും, ഒമാൻ ഒഴികെയുള്ള എല്ലാ രാജ്യങ്ങളും ഈ സ്വഭാവത്തിലുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ആളുകളുടെ സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. അതോടൊപ്പം തന്നെ ഇത്തരം ഈ മിസൈൽ ആക്രമണം, ഡ്രോൺ ആക്രമണം ഉണ്ടാകുന്ന ഘട്ടങ്ങളിൽ അവിടെ വന്ന് ഇത് പകർത്താനോ ഈ ചിത്രങ്ങൾ എടുക്കാനോ ഉള്ള നീക്കം നടത്തരുത്. കാരണം തുടർന്ന്
വരുന്ന ഡ്രോണുകളും മിസൈലുകളും നിങ്ങൾക്ക് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കും, അതുകൊണ്ട് മാറി നിൽക്കണം എന്ന ഒരു നിരന്തരമായിട്ടുള്ള അഭ്യർത്ഥനയാണ് ടെലിഫോൺ സന്ദേശത്തിലൂടെയും അതോടൊപ്പം തന്നെ ഒരു കാര്യം ഒന്ന് ക്ലിയർ ആക്കിക്കോട്ടെ. ഇതിനിടയിൽ MCA സംസാരിക്കുന്നുണ്ടായിരുന്നു. അതായത് അമേരിക്കയിലെ അവിടെയുള്ള ഉദ്യോഗസ്ഥർ താമസിക്കുന്ന ഇടങ്ങളിൽ ജാഗ്രത പാലിക്കണം എന്നാണോ? അത്തരം സ്ഥലങ്ങളെ ലക്ഷ്യം വെച്ച് ആക്രമണം ഉണ്ടായേക്കാം എന്നുള്ള സൂചനകളാണോ നേരത്തെ പറഞ്ഞത്? അതെ, മഹേഷ് നേരത്തെയൊക്കെ സൂചിപ്പിച്ചിരുന്നത് സൈനിക കേന്ദ്രങ്ങൾ മാത്രമായിരുന്നു. ഇപ്പോൾ ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ഉദയ്ദ് വ്യോമതാവളം ആ പ്രദേശത്ത് നിന്ന് മാറണമെന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ ഏറ്റവും അവസാനത്തെ ഒരു അഡ്വൈസറി ഇതായിട്ട് ഇറാൻ സൈന്യത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്നത് അമേരിക്കൻ സൈനികർ താമസിക്കുന്ന വസതികൾക്ക് സമീപത്തു നിന്നുകൂടി മാറി നിൽക്കണമെന്നാണ്. കാരണം അവർ കുറെ കൂടി സുരക്ഷിതത്വം മുൻനിർത്തിക്കൊണ്ട് ഈ സൈനിക താവളത്തിൽ നിന്ന് പുറത്തോ മറ്റോ വസതികളിലോ അമേരിക്കൻ ഈ സൈനികർ താമസിക്കുന്നുണ്ടെങ്കിൽ അത്തരം കേന്ദ്രങ്ങളിൽ നിന്നുകൂടി വിട്ടുനിൽക്കണമെന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്ന് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അപ്പം ആക്രമണം ഏതായാലും അതിന്റെ വ്യാപ്തിയിലേക്ക് തന്നെ നീങ്ങും. അതിശക്തമായിട്ടുള്ള പ്രതികരണം ഗൾഫ് രാജ്യങ്ങൾ നടത്തിയിട്ടുണ്ട്. കാരണം ഇറാൻ നടത്തിയിരിക്കുന്നത് തങ്ങളുടെ പരമാധികാരത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണ്. ഇത് ഒരു നിലക്കും അംഗീകരിക്കാനാവില്ല എന്ന് എല്ലാ ഗൾഫ് രാജ്യങ്ങളും ഒരേ സ്വരത്തിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. തുർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും അതിനെ പിന്തുണയ്ക്കുന്നുണ്ട്. കാരണം ഇറാനെതിരെ നടന്നിരിക്കുന്ന അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആക്രമണത്തെ അപലപിക്കുമ്പോൾ തന്നെ അതിന്റെ പേരിൽ എന്ത് കാരണത്തിന്റെ പേരിലായാലും ഗൾഫിലേക്ക് ഇറാൻ നടത്തിയിരിക്കുന്ന ഈ നീക്കം അന്താരാഷ്ട്ര ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്. സൗഹൃദമായിട്ടുള്ള ഒരു രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ ഇത്തരം നീക്കങ്ങൾ നടത്തുന്നത് സിവിലിയൻ സമൂഹത്തിന് കൂടി ദോഷം ചെയ്യുന്ന രീതിയിലുള്ള അവരുടെ സമീപനം ഒരു നിലയ്ക്കും അംഗീകരിക്കാനാവില്ല എന്ന മുന്നറിയിപ്പാണ് ഗൾഫ് രാജ്യങ്ങളും തുർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും നൽകുന്നത്. പക്ഷേ സ്വാഭാവികമാണ് ഇത്തരം ഒരു ഘട്ടങ്ങളിൽ കൂടുതൽ പ്രത്യാക്രമണങ്ങളിലേക്ക് നീങ്ങും. കാരണം ഇപ്പോൾ ഈ രാത്രിയിലും ഇസ്രായേലിന് നേർക്ക് നിരവധി മിസൈലുകളാണ് തെഹ്റാനിൽ നിന്ന് പറന്നു വരുന്നത്. അതിന് തിരിച്ചടി എന്നോണം കൂടുതൽ പോർവിമാനങ്ങൾ ഇറാന് നേരെ സഞ്ചരിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്.